ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ യുഎഇയിൽ 3 പേർക്ക് പരിക്കേറ്റു. ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്ന് യുഎഇ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ സംഘർഷം ശക്തമായതോടെ ഗൾഫ് മേഖലയിൽ അതീവ ജാഗ്രത തുടരുകയാണ്. യുഎഇയിലെ ഫുജൈറയിലേക്കായിരുന്നു പുലർച്ചെ ഇറാനിൽ നിന്നുമുള്ള ആക്രമണം. 2 ബാലിസ്റ്റിക് മിസൈലുകളും 3 ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടന്നതായി യുഎഇ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ആക്രമണ ശ്രമത്തെ ശക്തമായി നേരിട്ടതായും ആകാശത്ത് വെച്ച് മിസൈലുകൾ തകർത്തതായും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാന്റെ ആക്രമണത്തിൽ 3 പേർക്കാണ് പരിക്കേറ്റത്. സാരമായ പരിക്കേറ്റ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇറാനിൽ നിന്നും വ്യോമാക്രമണം നടക്കുന്നതായി ഫുജൈറ മീഡിയ ഓഫീസും രാവിലെ അറിയിച്ചിരുന്നു. ഇറാനിലേക്ക് അമേരിക്കൻ സേന ശക്തമായ ആക്രമണം നടത്തിയതിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലെ അമേരിക്കൻ നാവിക കപ്പലുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. ഇതിന്റെ തുടർച്ചയായിരുന്നു യുഎഇയിലേക്കുള്ള വ്യോമാക്രമണം. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇറാൻ യുഎഇയെ ആക്രമിക്കുന്നത്. ഹോർമൂസിൽ സംഘർഷം തുടരുന്നതിനാൽ ഗൾഫ് രാജ്യങ്ങളെല്ലാം ജാഗ്രതയിലാണ്. ഇറാൻ നടത്തിയ വിവിധ ആക്രമണങ്ങളിൽ യുഎഇയിൽ ഇതുവരെ 230 പേർക്കാണ് പരിക്കേറ്റത്. 3 സൈനികരടക്കം 13 പേർക്ക് ജീവൻ നഷ്ടമാകുകയും ചെയ്തു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.